ജല അതോറിറ്റി ജീവനക്കാരുടെ ഓൺലൈൻ പൊതുസ്ഥലം മാറ്റത്തിൽ വ്യാപക അട്ടിമറി. ഓഫീസുകൾ തമ്മിലുള്ള അകലം മറച്ചുപിടിച്ച് അടുത്തടുത്ത സ്ഥലങ്ങളിൽ കസേര ഉറപ്പിച്ചിരിക്കുകയാണ് ജീവനക്കാർ. ഒരേ കെട്ടിടത്തിൽ 2 നിലകളിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളിലേക്കും സ്ഥലമാറ്റമുണ്ട്. 5 കിലോമീറ്റർ പരിധിക്കുള്ളിലേക്ക് സ്ഥലം മാറ്റം പാടില്ല എന്ന വ്യവസ്ഥ അട്ടിമറിക്കാൻ ജി-സ്പാർക്കിൽ ഓഫീസ് വിവരങ്ങൾ ഉൾപ്പെടുത്താതെയാണ് തിരിമറിയെന്നറിയുന്നു ജനം എക്സ്ക്ലൂസീവ്. പ്രജിത് മോഹനൻ ചേരുന്ന വിവരങ്ങളുമായി. പ്രജിത്ത്, എന്താണ് വ്യക്തമായിരിക്കുന്നത്? ക്കാരുടെ നിരന്തര സമ്മർദ്ദത്തെ തുടർന്നാണ് 2017-18 കാലയളവിൽ ഈ സ്ഥലമാറ്റമടക്കമുള്ള വിഷയങ്ങൾ ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റുന്നത്. വാട്ടർ അതോറിറ്റിയിലാകട്ടെ 2021 ജി-സ്പാർക്ക് സംവിധാനത്തിലൂടെയുള്ള പൊതു സ്ഥലമാറ്റ രീതി നിലവിൽ വന്നത്. എന്നാൽ ഈ സ്ഥലമാറ്റ രീതി തന്നെയാണ് ഇപ്പോൾ ഒരു വിഭാഗം ജീവനക്കാർ ഉന്നത ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ അട്ടിമറിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നത്. അതായത് ഒരു വാട്ടർ അതോറിറ്റിയിലെ ഒരു ഓഫീസിന്റെ പരിധിയിലുള്ള, അതായത് 5 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന ഓഫീസുകളെല്ലാം ഒറ്റ ക്ലസ്റ്ററിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഈ സ്ഥലം മാറ്റത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്നത്. അതായത് ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ഒരു ഓഫീസ്, ആ ഓഫീസിൽ 5 കിലോമീറ്റർ പരിധിയിലുള്ള എല്ലാ ഓഫീസുകളും ഒരു ക്ലസ്റ്റർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ആ ക്ലസ്റ്ററിനുള്ളിൽ ഉൾപ്പെടുന്ന ഈ 5 കിലോമീറ്റർ പരിധിക്കുള്ളിലേക്ക് ആ ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം ലഭിക്കാനും പാടില്ല എന്നുള്ളതാണ് വ്യവസ്ഥ. അങ്ങനെ തൊട്ടടുത്ത ഓഫീസുകളിലേക്ക് സ്ഥലം മാറ്റി മറ്റുള്ളവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് തടയാൻ വേണ്ടി കൂടിയാണ് ഈ വ്യവസ്ഥ കൊണ്ടുവന്നത്. എന്നാൽ ഈ വ്യവസ്ഥയെ അട്ടിമറിക്കുന്നതിനായി ഈ ജി-സ്പാർക്ക് സംവിധാനത്തിൽ ഇത്തരത്തിൽ ക്ലസ്റ്ററുകളായി ഉൾപ്പെടുത്തുന്ന ഓഫീസുകൾ പലതും ഉൾപ്പെടുത്താതെ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, തിരുവനന്തപുരത്തെ വാട്ടർ അതോറിറ്റിയുടെ ആസ്ഥാനമായിട്ടുള്ള ജലഭവന് ചുറ്റുമുള്ള ഓഫീസുകളൊന്നും ഈ ക്ലസ്റ്റർ സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലം മാറ്റത്തിലെ 5 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലേക്ക് സ്ഥലം മാറ്റം പാടില്ലെന്ന വ്യവസ്ഥ അട്ടിമറിച്ചുകൊണ്ട് ജലഭവനുള്ള ഒരു ഉദ്യോഗസ്ഥന് ഈ പറയുന്ന ഓഫീസുകളിൽ എവിടെയും സ്ഥലം മാറ്റം ലഭിക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. 2021 മുതൽ ഈ ക്രമക്കേടുകൾ ഇങ്ങനെ നടന്നു പോകുന്നു. അതനുസരിച്ചുള്ള സ്ഥലം മാറ്റവും പലരും വാങ്ങിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഈ പുതിയതായി വരുന്ന വിവരാവകാശ രേഖ അടക്കമുള്ളവ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇതിലൊരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളിലേക്ക് സ്ഥലം മാറ്റം വാങ്ങിച്ചെടുത്തവരും ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ 5 കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ പുറത്തേക്ക് പോകാതെ ഒരേ കെട്ടിടത്തിന്റെ 2 നിലകളിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകളിലേക്ക് സ്ഥലം മാറ്റം വാങ്ങിയെടുക്കാനും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ മൂലം പല ഉദ്യോഗസ്ഥർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെയുള്ള ഒരു ഉദാഹരണത്തിലേക്ക് നമുക്ക് പോകാം. ആലപ്പുഴയിലെ ചേർത്തല തൈക്കാട്ടുശ്ശേരി സബ് ഡിവിഷനുകൾ അത് പ്രവർത്തിക്കുന്നത് ചേർത്തല നഗരത്തിലെ ഒരേ ബിൽഡിങ്ങിലാണ്. എന്നാൽ ഈ ക്ലസ്റ്റർ സംവിധാനത്തിൽ വരുമ്പോൾ, അതായത് ജി-സ്പാർക്കിലെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ 2 ഓഫീസുകളും തമ്മിൽ 5 കിലോമീറ്റർ ദൂരമുള്ളതായാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ഒരേ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകൾ അത് ക്ലസ്റ്റർ സംവിധാനത്തിൽ ഉൾപ്പെടുത്താത്തത് കൊണ്ട് ആ ഓഫീസുകൾ തമ്മിൽ 5 കിലോമീറ്റർ വ്യത്യാസമുണ്ട് എന്നുള്ളത് ഈ ഓൺലൈൻ സംവിധാനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, തെറ്റായ രീതിയിൽ വിവരങ്ങൾ എൻ്റർ ചെയ്ത് നൽകിയിരിക്കുന്നു. അങ്ങനെ ഒരാൾക്ക് വേണമെങ്കിൽ മുകളിലത്തെ ഓഫീസിൽ നിന്നും ട്രാൻസ്ഫർ വാങ്ങി തൊട്ട് താഴത്തെ ഓഫീസിലേക്ക് പ്രവർത്തനം മാറ്റാം എന്നുള്ളതാണ് ആ ഒരു തട്ടിപ്പിന്റെ അല്ലെങ്കിൽ ആ ഒരു ക്രമക്കേടിന്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത്. അങ്ങനെയാണ് സംസ്ഥാനത്ത് വ്യാപകമായ വിവിധ ജില്ലകളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, ആലപ്പുഴ, തൃശ്ശൂർ, കോഴിക്കോട്, കൊച്ചി അടക്കമുള്ള ഈ പ്രദേശങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വ്യാപകമായി കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെയും ഈ വാട്ടർ അതോറിറ്റിയുടെ സ്ഥലവും മാറ്റവുമായി ബന്ധപ്പെട്ട നിരവധി ക്രമക്കേടുകൾ പുറത്തു വന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പുതിയ വീഴ്ചകളും അല്ലെങ്കിൽ ഈ പുതിയ ക്രമക്കേടുകളും ഇപ്പോൾ ചർച്ചയാകുന്നത്. നമ്മൾ 3 വർഷം ഒരേ ഓഫീസിൽ ജോലി ചെയ്തവരെ സ്ഥലം മാറ്റണമെന്നുള്ള വ്യവസ്ഥ അട്ടിമറിക്കാൻ തൊഴിൽ ചെയ്ത കാലാവധി കുറച്ച് കാണിച്ച് ജി-സ്പാർക്കിൽ രേഖപ്പെടുത്തുന്ന ഒരു വർഷം നേരത്തെ നിലനിന്നിരുന്നു. അതിലൊക്കെ വലിയ പ്രതിഷേധം നിലനിൽക്കുകയാണ്. ഈ 2021 മുതൽ ഇപ്പോൾ 2025 വരെ ഇത്തരത്തിൽ സ്ഥലം മാറ്റത്തിൽ ഒരു വലിയ തട്ടിപ്പ്, ഒരു വലിയ ക്രമക്കേട് നടത്തിയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഈ ഒരു വിഭാഗം ജീവനക്കാർ ഭരണാനുകൂല സംഘടനയുടെ അടക്കം പിന്തുണയോടെയാണ് ഇത്തരം നടപടികൾ എന്നുള്ളതാണ് പ്രതിപക്ഷ സംഘടനകൾ അടക്കമുള്ളവർ ആരോപണം ഉന്നയിക്കുന്നത്. ഇതിന് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പൊതുസ്ഥലമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടുള്ള നീതിയുടെ അടിസ്ഥാനത്തിൽ അത് കൃത്യമായ ക്രമീകരണങ്ങളോടെ നടക്കേണ്ടതാണ്. എന്നാൽ ജീവനക്കാർ തന്നെ, അതിൽ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾക്കും ആ സംവിധാനങ്ങളെ അട്ടിമറിക്കുന്നതിനും കൂട്ടുനിന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളെയും പ്രധാനപ്പെട്ട പ്രവർത്തകരെയും ഒക്കെ ഒരേ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഒരേ മേഖല കേന്ദ്രീകരിച്ച് നിലനിർത്തുന്നതിനുള്ള ചില ദുരൂഹമായ ഇടപെടലുകൾ കൂടി ഇതിന് പിന്നിലുണ്ട് എന്നുള്ള ആരോപണവും ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകളൊക്കെ ഉയർത്തുന്നുണ്ട്. വീണ, ജല അതോറിറ്റിയിലെ സ്ഥലം മാറ്റം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പ്രജിത്ത് നൽകുകയായിരുന്നു. പ്രജിത്ത്, ഈ സംഭവം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? പ്രധാനപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടല്ലോ, മാത്രമല്ല സർക്കാരിൻ്റെ അറിവോടെയാണോ അറിവോടല്ലാതെ ഉണ്ടോ എന്നൊക്കെ തുടങ്ങിയ തർക്കങ്ങളും ഒക്കെ നടക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഈ ഘട്ടത്തിൽ. അപ്പോൾ ഇതിലിടപെടാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഒരു പരാതിയായി ഇത് എവിടെയൊക്കെ പോയിട്ടുണ്ട്? അത്തരം കാര്യങ്ങൾ കൂടി.
നിലവിൽ വാട്ടർ അതോറിറ്റി MD-ക്കും ചീഫ് എഞ്ചിനീയർ അടക്കമുള്ളവർക്ക് ഈ വിഷയത്തിൽ BMS അടക്കമുള്ള സംഘടനകൾ പരാതി നൽകിയിട്ടുണ്ട്. BMS തന്നെയാണ് ഈ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നതും കൃത്യമായി ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതും. പ്രത്യേകിച്ച് ഈ വിവരാവകാശ രേഖ പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് വ്യാപകമായി നടന്നു എന്നുള്ളത് സംഘടനകളും മനസ്സിലാക്കുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം 2021 മുതൽ ഇത്തരത്തിൽ ഈ അപൂർണമായ ക്ലസ്റ്റർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ലിസ്റ്റ് വഴിയായിരുന്നു ഈ ക്രമീകരണങ്ങളും സ്ഥലമാറ്റങ്ങളും ഒക്കെ നടന്നു വന്നിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തുടർച്ചയായി ചില ആളുകൾക്ക് ഒരേ സ്ഥലത്ത് തന്നെ ജോലിയിൽ തുടരാൻ കഴിയുന്ന സാഹചര്യം പരിശോധിച്ചപ്പോഴാണ്, മറ്റു ചിലർക്ക് ട്രാൻസ്ഫർ വളരെ ദൂര സ്ഥലങ്ങളിലേക്ക് ലഭിക്കുന്ന സാഹചര്യം പരിശോധിച്ചപ്പോഴാണ് പല ഓഫീസുകളും ഇത്തരത്തിൽ ക്ലസ്റ്റർ സംവിധാനത്തിന്റെ പുറത്താണ് എന്നുള്ള കാര്യം പോലും ഈ സംഘടനകളൊക്കെ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരം വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ അതിന് RT വിവരാവകാശ പ്രകാരമാണെങ്കിലും അതൊക്കെ പണച്ചെലവുള്ള പരിപാടികളാണ്. അതുകൊണ്ട് തന്നെ പലരും അതിനുവേണ്ടി മെനക്കെടാറില്ല. പക്ഷേ വാട്ടർ അതോറിറ്റിയിലെ BMS യൂണിയൻ അടക്കമുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ കുറച്ചുകൂടി ഇടപെടൽ നടത്തിയതോടുകൂടിയാണ് ഇത്തരത്തിലുള്ളൊരു ക്രമക്കേട് കാലങ്ങളായി നടന്നു വന്നിരുന്നു എന്നുള്ളതും സാധാരണക്കാരായ ജീവനക്കാരുടെ സ്ഥലമാറ്റത്തെ സ്വാഭാവിക നീതി അനുസരിച്ചുള്ള സ്ഥലം മാറ്റത്തെ അത് തടസ്സപ്പെടുത്തിയിരുന്നതായി തിരിച്ചറിഞ്ഞത്. തുടർന്ന് വാട്ടർ അതോറിറ്റി MD അടക്കമുള്ളവർക്ക് ഇപ്പോൾ BMS പരാതി നൽകിയിട്ടുണ്ട്. തുടർ ദിവസങ്ങളിൽ ഈ ക്രമക്കേടിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ കൂടുതൽ നടപടികൾ വേണമെന്നും ആവശ്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ശരി, പ്രജിത്ത്.